ഡീഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അഥവാ ഇൻ്റലിജൻസിനാണോ? നിങ്ങളുടെ ബുദ്ധിക്കാണോ അഥവാ നിങ്ങളുടെ വികാരങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ചോദ്യം. അതായത് നിങ്ങൾ ഒരു കാര്യം പുറകോട്ട് ചിന്തിച്ച് നോക്കുക. എപ്പോഴും നിങ്ങൾ എവിടെ പരാജയം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും അയാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇമോഷണൽ ഫീലിങ്സിനാണ് എന്നുള്ളതാണ്, അല്ലേ? നമ്മൾക്ക് ശരിക്കും എല്ലാവരുടെയും ദയയുണ്ട്, കരുണയുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നമ്മളെ മറന്നുകൊണ്ട് മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിരന്തരം കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാലോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ എന്തായിരിക്കും? പരാജയമായിരിക്കും എന്നുള്ളതാണ്. ഈ സഹായിച്ച വ്യക്തി പോലും നമ്മളെ തിരിച്ചടിക്കുമെന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ, അവർ പോലും നമ്മളെ ചവിട്ടി അരച്ചുകൊണ്ട് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. തിരിഞ്ഞു നോക്കുമ്പോഴെന്താ, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും ഒരു ഇമോഷണൽ ഇഡിയറ്റ് ആകരുത്. നിങ്ങളെ ആരെയും ഞാൻ ഇഡിയറ്റ് എന്ന് വിളിച്ചതല്ല കേട്ടോ. ഇമോഷണൽ ഇഡിയറ്റ് ആകരുത്, അതായത് ഒരു പമ്പര വിഡ്ഢിയാകരുത്. ഇമോഷന് നിങ്ങൾ അധികം പ്രാധാന്യം കൊടുത്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതർവൈസ് നേരെ മറിച്ച് നിങ്ങൾ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുത്തു നോക്കി, നിങ്ങളുടെ ബുദ്ധിക്ക്. വികാരത്തെ എപ്പോഴും ബുദ്ധി എന്ത് ചെയ്യണം? വികാരത്തെ പിന്തള്ളിക്കൊണ്ട് ബുദ്ധി ഹൈ ആയി നിൽക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, അല്ലാതെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വർഷങ്ങളോളം നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലേ? നല്ലൊരു ജോബ് കിട്ടണേ ദൈവമേ, കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയണമേ ദൈവമേ എന്നിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എനിക്കൊരു ജീവിത വിജയം തരണമേ ദൈവമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 കഴിഞ്ഞു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴെന്താ, അന്ന് നിന്ന 0 സ്റ്റേജിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നമ്മൾക്കപ്പോൾ യാതൊരു വിധത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് മുതൽ ഒരു ഇമോഷണൽ ഇഡിയറ്റ് ആകാതെ നിങ്ങൾ ഇന്ന് മുതൽ ഒരു ഇൻ്റലിജൻസായ പേഴ്സണായി മാറിക്കേ, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിക്കേ, ബുദ്ധിയുള്ളൊരു വ്യക്തിയായി മാറിക്കേ. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിക്കേ. നിങ്ങളുടെ ജോലിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു നിരന്തരമായിട്ടുള്ളൊരു ജോലിയിൽ നിൽക്കാതെ സൈഡിലായിട്ട് ഒരു ഭാഗത്ത് വേറൊരു ബിസിനസ്സും കൂടി ചെയ്തു നോക്കി, ചെറിയൊരു ജോലിയും കൂടി ചെയ്തു നോക്കി. ഉദാഹരണത്തിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഇപ്പോൾ നമ്മൾക്ക് അന്യ സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ വന്നുകൊണ്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ചെറിയൊരു നിലം റെൻറ്റിനെടുത്തിട്ട് അവിടെ കൃഷി ചെയ്ത് പലതരത്തിലുള്ള കൃഷി ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളത് നോക്കി നിൽക്കുകയാണ്, കാരണം നമ്മുടെ മുമ്പിലൊരു പ്ലോട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് ചെയ്യാനുള്ള താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കാതെ ഇൻ്റലിജൻറ്റിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ നിങ്ങളെൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ദൂരെ ഇരുന്നു കൊണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ്റലിജൻസിന് ഇന്ന് മുതൽ പ്രാധാന്യം കൊടുക്കണം. ഇമോഷണൽ ഇഡിയറ്റ് ആകാതെ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ആളുകൾ എന്നെ പരിഹസിക്കില്ലേ, എൻ്റെ ഫ്രണ്ട്സ് എന്ത് കരുതും, ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്കാണ് പരാജയം. അവർ ഓർത്തല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മളങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് വിചാരിച്ചാലും നമ്മൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. നാളെ ആകട്ടെ, ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് സമയമില്ല, നാളെ ആകട്ടെ എന്ന് കരുതരുത്. എന്താണ്? നാളെ നീളെ എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, ഇമോഷണൽ ഇഡിയറ്റ് ആകരുത്. പകരം എന്താണ്? ഇമോഷന് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം നമ്മുടെ ലൈഫ് ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുക, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവുകൾ ഓരോന്നായിട്ട് നിങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.